നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസവും സ്ഥാനാർത്ഥി നിർണയവും അറിയുന്നതിന് മുമ്പേ തൃശ്ശൂരിലെ കൊടിയേറിക്കഴിഞ്ഞതാണ്. മൂന്ന് മുന്നണികളും ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കളത്തിലിറക്കുന്നത്. തൃശ്ശൂരിൽ പ്രതാപം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് വീമ്പിളക്കി കോൺഗ്രസും അന്തിക്കാടിൻ്റെ വിപ്ലവത്തിലൂടെ തൃശ്ശൂരങ്ങ് കൊയ്തെടുക്കാൻ LDFും ഇത്തവണ എന്ത് വില കൊടുത്തും തൃശ്ശൂരങ്ങ് എടുക്കാൻ BJPയും കച്ചമുറുക്കി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലും വളരെ വേഗത്തിലാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സജ്ജമാകാൻ തൃശ്ശൂരിൽ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലടക്കം പൊതു അഭിപ്രായം ഉയർന്നതോടെ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കുറി മത്സരിക്കാനില്ലെന്ന ചില MPമാരുടെ അഭിപ്രായമടക്കം തെരഞ്ഞെടുപ്പ് സമിതി യോഗം തള്ളിക്കളഞ്ഞിരുന്നു. സിറ്റിംഗ് MPമാർ മത്സരത്തിന് ഇറങ്ങേണ്ടി വരുമെന്ന് KPCC വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടെയാണ് തൃശ്ശൂരിൽ TN പ്രതാപൻ തന്നെ ആയിരിക്കും എന്നുറപ്പായത്. TN പ്രതാപൻ അല്പം വിസമ്മതം പ്രകടിപ്പിച്ചു നിന്ന ആളാണ്. കാരണം കേരളത്തിൽ തന്നെ തങ്ങിയാൽ 2026 അധികാരത്തിൽ വരാമെന്നും അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പിക്കാമെന്നും ഒക്കെയാണ് അതിമോഹിയായ പ്രതാപൻ കരുതിയത്. പക്ഷേ പ്രതാപനെ തന്നെ വീണ്ടും പ്രതാപത്തോടെ അങ്ങ് തൃശ്ശൂരിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. LDFിൽ CPI മത്സരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. CPI നേതാവ് മുൻ മന്ത്രി VS സുനിൽകുമാർ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. BJPക്ക് വേണ്ടി സുരേഷ് ഗോപി കൂടി വരുന്നതോടെ കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ മാറും. പ്രതാപനായി ദിവസങ്ങൾക്ക് മുമ്പേ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിരുന്നു. പലയിടങ്ങളിലും ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ പ്രതാപൻ്റെ കട്ടൗട്ടും സ്ഥാപിച്ചു. പ്രതാപത്തോടെ വീണ്ടും പ്രതാപൻ എന്ന വാചകത്തോടെയാണ് ചുമരെഴുത്തുകൾ. പാർട്ടി ഇതിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അടിത്തട്ടിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ MP ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനങ്ങളെക്കുറിച്ച് മണ്ഡലത്തിൽ ചർച്ചയാക്കാനുള്ള പരിപാടി കോൺഗ്രസ് തുടങ്ങി. LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എങ്കിലും VS സുനിൽകുമാർ പ്രചാരണം ആരംഭിച്ചു. തൃശ്ശൂർ നഗരത്തിലെ പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ് സുനിൽകുമാർ. അടുത്തിടെ സാഹിത്യ അക്കാദമിയിൽ സമാപിച്ച രാജ്യാന്തര സാഹിത്യോത്സവത്തിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനോടൊപ്പം സുനിൽകുമാർ എത്തിയത് ചർച്ചയായിരുന്നു. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ CPI ബന്ധം വഷളായിരുന്നു. വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് കളമൊരുക്കുകയാണ് CPM ചെയ്യുന്നതെന്ന ആരോപണം നേരത്തെ CPIക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇരു പാർട്ടികൾ ഒരുമിച്ചാണിപ്പോൾ. തൃശ്ശൂർ MLA P ബാലചന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തുടക്കത്തിൽ CPIയെ ക്ഷീണിപ്പിച്ചിരുന്നു. ഉടനടി MLAക്കെതിരെ പാർട്ടി നടപടിയെടുത്തത് തൽക്കാലം വിഷയത്തിൽ നിന്ന് കരകയറിയിട്ടുണ്ട്. BJP നേതാവും സിനിമാ നടനുമായ സുരേഷ് ഗോപി മാസങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലടക്കം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 2 സുരേഷ് ഗോപി നടത്തിയ പദയാത്ര വോട്ടർമാരിൽ പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സുരേഷ് ഗോപി ആരംഭിച്ചു. ജനുവരിയിൽ 2 തവണ പ്രധാനമന്ത്രി മോദി വന്നതും വോട്ടാകുന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. ജനുവരി 3 നടന്ന സമ്മേളനത്തിൽ ഏകദേശം 20 തവണ മോദി ഗ്യാരണ്ടി എന്ന് പ്രധാനമന്ത്രി പറയുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. മോദി ഗ്യാരണ്ടിയിൽ ജയിച്ച് കയറാമെന്ന വിശ്വാസത്തിൽ BJPയും മണിപ്പൂരിൽ ക്രൈസ്തവ വോട്ടിൽ വീണ്ടും പ്രതാപം കാണിക്കാമെന്ന് കോൺഗ്രസും രാഷ്ട്രീയ വോട്ടിലും സംസ്ഥാന സർക്കാരിലും പാർട്ടിയുടെ കേഡറിലും വിശ്വസിച്ച് LDFും കളത്തിലിറങ്ങുമ്പോൾ തൃശ്ശൂരിൽ പൂരം ഇക്കുറി പൊടിപൂരമാകും എന്നുള്ളത് ഉറപ്പാണ്.